പിന്നെ എന്താണ് അങ്ങനെ ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞു, ആ ഇടയിലുള്ള ഇരുത്തത്തിൽ എന്താണ് ചൊല്ലേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെയാണ് അതിൽ പ്രാർത്ഥിച്ചത്. നബി സ്വഹാബത്ത് പറയുന്നു, അൻ ഹുദൈഫത റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ബൈന സജദതൈനി റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എന്ത്? റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി, എന്റെ നാഥ എനിക്ക് പുറത്തു തരേണമേ, എനിക്ക് പുറത്തു തരേണമേ. ഇങ്ങനെ ചിലപ്പോൾ 3 പ്രാവശ്യമൊക്കെ പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ അതിലും അധികവും പറയാം. റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. ഒന്നും അറിയാത്ത ആദ്യമായിട്ട് നിസ്കാരം പഠിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ എളുപ്പതാണ് റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി എന്നെങ്കിലും. ഇനി കുറച്ചും കൂടെ അതിന്റെ വിശദമായ രൂപം അബൂ ദാവൂദ്, ഇമാം തിർമിദി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. ഇതാണ് വേറെ റിപ്പോർട്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വജ്ബുർനി എന്നുകൂടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത് ചേർത്തുകൊണ്ട് വജ്ബുർനി എന്ന് പറഞ്ഞാൽ വിരോധമല്ല. എന്നാൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി എന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെ ചൊല്ലിപ്പോകും. എന്തൊക്കെ കാര്യമൊക്കെ പഠിച്ചവനോട് ചോദിച്ചത് അതിലൂടെ നമ്മൾ അതിനെപ്പറ്റി വല്ലതും ചിന്തിക്കുന്നുണ്ടോ? നമ്മളെ റബ്ബിഗ്ഫിർലി വജ്ബുർനി വഹ്ദിനി വഅഫിനി വർസുഖ്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയാത്തത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഒന്നും കിട്ടാത്തവൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. ഇത് പറയുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ഇത് വജ്ബുർനിയാണ്, തേൻബുർനി, അങ്ങനെയൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നത് ഒന്നുമില്ലാത്തത്. അതിനെപ്പറ്റി ഒരു ബോധമല്ല. എന്താ നമ്മൾ ആ പടച്ചവനോട് പറയുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർലി, തമ്പുരാനെ നീ എന്നോട് പൊറുക്കണം, പടച്ചവനെ എന്റെ പാവങ്ങൾ പൊറുത്തു തരണം. നമ്മൾ നിസ്കാരത്തിന്റെ ശേഷം പറയുമ്പോൾ കൂടുതൽ ഭക്തി, എന്റെ പാപം പൊറുക്കണം. നിസ്കാരത്തിന്റെ ഇടയിലും നിസ്കാരത്തിന്റെ ശേഷമുള്ള വ്യത്യാസം എന്താണെന്നറിയോ? നിസ്കാരത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നാ അഹദകും യുനാദി റബ്ബഹു ഫീ സ്വലാത്തിഹി. പടച്ചവനോട് അഭിമുഖ സംഭാഷണം നടക്കുന്ന സമയമാണ് നിസ്കാരം. സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പടച്ചവനോട് നേർക്കുനേരെ അഭിമുഖ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ സമയത്തുള്ള പ്രാർത്ഥന നമുക്ക് മനസ്സിൽ തട്ടുന്നില്ല. എന്താ കാരണം? അർത്ഥം അറിയില്ല. അപ്പൊ അർത്ഥം നിങ്ങളൊന്നിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. എന്താ നമ്മളാ പറയുന്നത്? ദുന്യാവിന്റെ ആഖിറത്തിന്റെ സകല കാര്യങ്ങളും നമ്മൾ ആ ഇടയിലെ ഇരുത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞു. അറിയാം നിങ്ങൾക്ക്? ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും പരമപ്രധാനമായ സകല വിഷയങ്ങൾക്കും വേണ്ടി നിങ്ങൾ റബ്ബിനോട് അവിടെ വെച്ച് അപേക്ഷിച്ചു കഴിഞ്ഞു. അല്ലാഹു ഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം, പാപങ്ങൾ പൊറുക്കാനുള്ള ദുആയായി. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണം, സാധുവാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടെല്ലാം തമ്പുരാനെ നീ എന്നെ പിടിച്ച് ശിക്ഷിക്കുന്ന രൂപത്തിലാകരുതേ, നീ എന്നോട് കരുണ കാണിക്കണം റബ്ബേ. റഹ്മനി, നിന്റെ റഹ്മത്ത് എനിക്കുണ്ടാവണം. ഞാൻ നിന്റെ റഹ്മത്ത് ആശിച്ചിട്ടാണ് പള്ളിയിൽ വന്നത്. പള്ളിയിൽ കയറുമ്പോഴത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് വേണ്ടി മലർക്കെ തുറന്നു തരണം റബ്ബേ. ഈ വിഷയം നമ്മൾ നിസ്കാരത്തിലും പഠിച്ചവനോട് പറയാം, എന്റെ പാവം പൊറുക്കണം, ഞാൻ പാപിയാണ്, തെറ്റൊരുപാട് പറ്റിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് നീ എന്നെ ശിക്ഷിക്കല്ല റബ്ബേ. റഹ്മനി, നീ എന്നോട് കരുണ കാണിക്കണേ, കാരുണ്യം നീ എന്നോട് കാണിക്കണമേ. വആഫിനി, റബ്ബേ എനിക്ക് നീ ആരോഗ്യം തരണേ. ആരോഗ്യം വേണം, ജോലി എടുക്കണമെങ്കിലും വേണം ആരോഗ്യം, ഇവിടെ ജീവിതം നയിക്കണമെങ്കിലും വേണം ആരോഗ്യം. രോഗം ഉണ്ടാവരുതേ. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നു. മാറാവ്യാധികൾ പിടിപെട്ട് കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നു. റബ്ബേ വആഫിനി, എനിക്ക് നീ ശാരീരികമായ അസുഖങ്ങളൊന്നും തരാതെ നീ എന്നെ ആരോഗ്യവാനാക്കണേ റബ്ബേ. കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. എത്ര കൊല്ലായി നമ്മൾ നിസ്കരിക്കും? നിങ്ങൾ ആരെങ്കിലും ഓർത്തോ? ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് ചിലപ്പോൾ എപ്പോഴായിരിക്കും ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഒരാളെ കുറ്റപ്പെടുത്തുന്നതല്ല. എന്ത് നിങ്ങൾ നിസ്കാരത്തിന്റെ രൂപം അങ്ങനെ നമ്മൾ എന്തൊക്കെ പഠിച്ചവനോട് പറയുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. വആഫിനി, എനിക്ക് ആരോഗ്യം തരണം, സുഖം തരണം റബ്ബേ, മനസ്സിനും ശരീരത്തിനുമൊക്കെ സുഖം തരണം. വഹ്ദിനി, നീ എനിക്ക് സന്മാർഗം തരണേ റബ്ബേ, ഹിദായത്ത് തരണം. വെറും ഇങ്ങനെ ആരോഗ്യവും തന്ന് സുഖവും തന്നിട്ട് ഇങ്ങനെ നടന്നാൽ പോരാ, എനിക്ക് ഹിദായത്തും വേണം. കാരണം ഇവിടെ ഇന്ന് മൂമിനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കാഫിറാകുക, കുറച്ച് കഴിഞ്ഞാൽ വേറെ തെമ്മാടിയാകുക, കുറച്ച് കഴിഞ്ഞാൽ മുനാഫിക്കാകുന്നൊക്കെ ലോകാണ്. ഹിദായത്ത് തരണം. ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതന്നെ ഒന്നും കൂടി പറയണേ, വഹ്ദിനി,
നീ എന്നെ നേരായ വഴിയിലേക്ക് നയിക്കണേ റബ്ബേ. വർസുഖ്നി, നീ എനിക്ക് റിസ്ക് തരണേ റബ്ബേ. ഉണ്ടോ? വർസുഖ്നി, എനിക്ക് റിസ്ക് തരണം. ഇവിടെ ജീവിക്കണമെങ്കിൽ അന്നം തിന്നണം, ചാപ്പാട് കഴിക്കണം, അതിനുള്ള വക തരണം. വർസുഖ്നി, നീ എനിക്ക് റിസ്ക് നൽകണം റബ്ബേ. എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചു. ഇനി വജ്ബുർനി എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇതിനർത്ഥം? എന്നിൽ പല കുറവുകളും ന്യൂനതകളും വന്നിട്ടുണ്ടാകും റബ്ബേ, നീ അവയെല്ലാം പരിഹരിച്ചു തരണം. എന്നിൽ വല്ല കോട്ടങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നീ പരിഹരിച്ചു തരണം റബ്ബേ. അപ്പൊ ഇതൊക്കെ വളരെ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ദുആകളാണ്. ഇതൊക്കെ മനസ്സിൽ പറ്റി പറയണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ പറ്റി പറയാം. അതൊന്നും പറയാൻ പഠിച്ചിട്ടില്ലെങ്കിലോ റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി റബ്ബി ഗ്ഫിർലി എന്നെങ്കിലും പറയാം. പടച്ചോനെ പൊറുക്കണേ, റബ്ബി എന്റെ റബ്ബേ ഗ്ഫിർലി, പൊറുക്കണം, എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം എന്നിട്ട് പറയേണ്ടതാണ്. ഇതാണ് ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന.